പാളിച്ചയാണോ ഒരു പരാജയം 4 പതിറ്റാണ്ടിന് ശേഷം പഞ്ചായത്ത് UDF-ന്റെ കൈകളിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്? സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തദ്ദേശ സ്ഥാപനത്തിലൊക്കെ ഒരു വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട്. മുണ്ടേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കാം, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായി UDF-ന് നല്ല അടിത്തറയുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചോ, കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 1000 ചില്ലാനം വോട്ടിന് കടന്നപ്പള്ളി ജയിക്കുന്നു. അതിൽ എളയാവൂര് എടക്കാട് സോണലിലടക്കം 1000-ഉം 1500-ഉം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ മുണ്ടേരി പഞ്ചായത്തിലെ ഭൂരിപക്ഷം 300-ആണ്. 300 പ്ലസ് ചെറിയ എന്തോ. അപ്പോൾ രാഷ്ട്രീയമായി UDF-ന് നല്ല അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. പിന്നെ കാലാകാലം നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നു. അത് ഒന്ന് തുടരുന്ന നമ്മളെ ഇടപെടൽ കാര്യങ്ങൾ പല ഘടകങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് ജയിക്കാറുണ്ട്. ജയിക്കുമ്പോഴും വേറെ ഏതെങ്കിലും പഞ്ചായത്ത് പോലെ വലിയ മാർജിനൊന്നും ഉണ്ടാവാറില്ല. സീറ്റിൻ്റെ എണ്ണത്തിൽ ചിലപ്പോൾ 3-4 വ്യത്യാസം ഉണ്ടാകുക. വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ ഏതാണ്ട് തുല്യമായിരിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് മുണ്ടേരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. ഇത്തവണ നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് ഒരു 13 സീറ്റ് കിട്ടുമെന്ന്. 2 സീറ്റ് നമ്മൾ പ്രതീക്ഷിച്ചത് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് അവിടെ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. അതിന് പല ഘടകങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അപാകതയാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ നിർത്തിയെല്ലാം മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ. അതുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ആ 2 സീറ്റ് നമ്മൾ ജയിക്കേണ്ടതായിരുന്നു, ജയിക്കാൻ സാധിക്കുമായിരുന്നു. അത് നമ്മളൊന്ന് എന്തുകൊണ്ടാണെന്നത്, അത് എതിരാളികളുടെ ചില നീക്കങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജില്ലയിലായാലും സംസ്ഥാനത്തായാലും പൊതുവിൽ മുസ്ലിം കൺസോളിഡേഷനോ അങ്ങനെ മതപരമായ കൺസോളിഡേഷനോ പൊതുവിൽ പ്രകടമല്ല. അങ്ങനെ നമ്മൾ പറയുന്നില്ല. പക്ഷേ മുണ്ടേരിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ചില മേഖലകളിൽ ഈ കൺസോളിഡേഷനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കൺസോളിഡേഷനുള്ള ശ്രമം ലീഗിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് നടന്നിട്ടുണ്ട്, ചില വാർഡുകളിലെങ്കിലും. പൊതുവിൽ പറയുന്നില്ല. പൊതുവിൽ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷം ഇത്രമേൽ വിജയം നേടില്ല. നല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് അടക്കം ഇടതുപക്ഷം വിജയിച്ചു. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് മാറിയാൽ മതിയല്ലോ. സ്വാഭാവികമായും പഞ്ചായത്ത് ഫലത്തിൽ തന്നെ അത് മാറ്റം വരുമല്ലോ. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ പരമാവധി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ വാർഡ് പിടിച്ചെടുക്കണമെന്ന നിലയിൽ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാർഡിനെ ബന്ധപ്പെടുത്തിയിട്ടാണോ ചോദിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അതങ്ങനെ ഒരു വാർത്തയുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ കണ്ടത് ആ വാർഡിൽ നല്ല UDF-ന് മേൽക്കൈയുള്ള വാർഡാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അങ്ങോട്ട് കോൺഗ്രസിൻ്റെ ഏതൊരു നേതാവ് കോൺഗ്രസിൻ്റെ TO മോഹനൻ പത്രസമ്മേളനം നടത്തിയിട്ട് അത് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വാർഡാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വോട്ട് ചെയ്തു പരാജയപ്പെടുത്തുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞതായിട്ട് കണ്ടു. അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ആ വാർഡ് 9-ാം വാർഡ് UDF-ൻ്റെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയും മേൽക്കൈയുമുള്ളതാണ്. അത് മനസ്സിലാവണമെങ്കിൽ ആ വാർഡിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് UDF-ൻ്റെയും LDF-നും കിട്ടിയ വോട്ട് നോക്കിയാൽ മതി. ജില്ലാ പഞ്ചായത്തിൽ UDF-ന് കിട്ടിയത് 745 വോട്ടാണ്. ബ്ലോക്കിൽ അവർക്ക് കിട്ടിയത് 763 വോട്ടാണ്. എന്നാൽ LDF-ന് ബ്ലോക്ക് കിട്ടിയത് 466, ജില്ലക്ക് 499. അതായത് 1660 വോട്ടാണ് അവിടെയുള്ളത്. ആ വോട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടെന്ന് പറയുന്ന ഒരു 450-നും 500-നും ഇടയിൽ മാത്രമാണ്. ബാക്കി 1000-1200 വോട്ട് UDF-ൻ്റേതായിട്ടുള്ള മണ്ഡലമാണ്, വാർഡാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആക്ഷേപിച്ച ഈ വാർഡ് ശക്തമായ UDF അടിത്തറയുള്ളതാണ്. കാരണം രാഷ്ട്രീയ വോട്ട് തന്നെ നോക്കിയാൽ മതിയല്ലോ. ജില്ലാ പഞ്ചായത്തും ബ്ലോക്കിലൊക്കെ ആണല്ലോ രാഷ്ട്രീയ വോട്ടായിട്ട് നമ്മൾ കാണും. ആ വാർഡിൽ
CPM വോട്ട് ചെയ്ത് തോൽപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ 80-85 വോട്ട് അനീഷക്ക്, അതായത് KK രാഗേഷിൻ്റെ ബന്ധുവിന് കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ അനീഷ എങ്ങനെയാണ് വോട്ട് ചെയ്ത് CPM തോൽപ്പിക്കുന്നത്? 587 വോട്ടാണ് അവിടെ KK രാഗേഷിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്. ഞങ്ങളെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് 466, 499. അപ്പോൾ UDFകാരടക്കം അനീഷക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രാഷ്ട്രീയ ബലാബലത്തിൽ UDFന് നല്ല മുൻതൂക്കമുള്ളത് കൊണ്ട് അവിടെ UDF ജയിച്ചു. അവിടെ നമ്മൾ അനീഷയെ എന്തിനാണ് നിർത്തിയത്? കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത് കേട്ടു, പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ തത്രപ്പാടിൽ നിർത്തിയതാണ്. പ്രസിഡന്റ് ആക്കാനുള്ള ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ സുരക്ഷിതമായ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലല്ലേ നിർത്തൂ. ആ പഞ്ചായത്തിൽ ഞങ്ങൾ 100, 200, 300 വോട്ടിന് ജയിച്ച വാർഡുണ്ടല്ലോ. പ്രസിഡന്റ് ആക്കിയേ പറ്റൂ അനീഷയെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയല്ലേ നിർത്തുക. അനീഷയെ നിർത്തിയത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ്? ആ വാർഡ് പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ഇന്നുള്ള കൂട്ടത്തിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥാനാർത്ഥി അനീഷയാണ്. അത് നമ്മൾ കാഴ്ചപ്പാട് ശരിയാണെന്നാണ് അനീഷക്ക് കിട്ടിയ വോട്ടും നമ്മളെ തന്നെ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അനീഷയെ പ്രസിഡൻ്റാക്കാൻ വേണ്ടി എന്തോ വഴിതെറ്റിയിട്ട് കാര്യങ്ങൾ ചെയ്തു, അതിലുള്ള പ്രതിഷേധത്തിൽ അനീഷയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് നമ്മൾ കാണണം. ഇത് അല്ല വസ്തുത. അവിടെ ശരിയായ UDFന് നല്ല മേൽക്കൈയുള്ള വാർഡാണ്. അവിടെ പിടിച്ചെടുക്കാനാണ് അനീഷയെ ഞങ്ങൾ നിർത്തിയത്. ഞങ്ങൾക്ക് അപ്പോഴേ അറിയാം അനീഷയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ നല്ല സ്ഥാനാർത്ഥി അനീഷയാണ്. അതാണ് നമ്മൾ അവിടെ നിർത്തിയത്. വോട്ട് അനീഷ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ UDF നന്നായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ പല ഘടകങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ അധികം വിശദീകരിക്കുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ എല്ലാ തന്ത്രങ്ങളും ഒക്കെ പയറ്റിയ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പല ഇടപെടലും ഉണ്ട്. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിലാണ് അവിടെ പരാജയപ്പെട്ടത്. അല്ലാതെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെയുള്ള ഒരു കാര്യവും ഇല്ല. എങ്ങനെയാണത്? UDFന് നമ്മൾ അനീഷ നേരത്തെ 1-2 തവണ ജയിച്ചിരുന്നു നേരത്തെയുള്ള വാർഡിൽ. ആ ജയിക്കുമ്പോൾ 79-80 വോട്ടിനെ ജയിക്കാറുള്ളൂ. അത് അനീഷയുടെ വ്യക്തിപരമായ ഒരു സ്വാധീനം വെച്ച് ജയിക്കുന്നതാണ്. മാത്രമല്ല നേരത്തെയുള്ള ആ വാർഡിൽ നിന്ന് 10-300 വോട്ട് ഇത്തവണ മാറ്റിയിട്ട് മറ്റൊരു വാർഡിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ വാർഡിനകത്ത് മാറ്റവും വന്നിട്ടുണ്ട്. നേരത്തെ അനീഷ ജയിച്ച വാർഡിനകത്ത് ഘടനാപരമായ മാറ്റവും വന്നിട്ടുണ്ട്. ഏതാണ്ട് 10-300 വോട്ട് തിരിച്ച് മറ്റൊരു വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അനീഷ ജയിക്കുമ്പോൾ 80 വോട്ട് 79 വോട്ടിനൊക്കെയാണ് ജയിച്ചത്. നിസ്സാരം. ആ വോട്ടിൻ്റെ വ്യത്യാസം ഇത്തവണയുമുണ്ട്. എങ്ങനെ? നമ്മളെ LDFൻ്റെ പിന്നെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ ഏതാണ്ട് 80-85 വോട്ട് അനീഷക്ക് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ കിട്ടിയിട്ടുണ്ട്.